അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താൻ വരാൻ സാധ്യമല്ല. അത് ഖണ്ഡിതമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് നേരത്തെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കാവനൂരിൽ വെച്ചൊരു പ്രസംഗം നടത്തിയിരുന്നു. അന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിരുന്നു, ഒരിക്കലും ശൈത്താന് രൂപപ്പെട്ട് വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആ രൂപം ഏതാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇബ്നു സീരീൻ തങ്ങളെ വാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ രൂപത്തിൽ നബി തങ്ങളെ കാണുന്നതിനെ സംബന്ധിച്ചാണ് എന്ന് അന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് അന്ന് നൗഷാദ് മൗലവി പറഞ്ഞിരുന്നത് അത് പച്ച കള്ളമാണ്, അങ്ങനെ ബുഖാരിയിലില്ല, ദജ്ജാലൂന കദ്ദാബൂന എന്നൊക്കെ പറഞ്ഞ് പേരോട് ഉസ്താദിനെ കള്ളനാക്കിയ അതേ നൗഷാദ് മൗലവി ഇൻഷാ അല്ലാഹ് ഇപ്പോ ഈ അടുത്ത ദിവസം കീശേരിയിൽ വെച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. അതിന്റെ മുമ്പ് കാവന്നൂരിൽ വെച്ച് പേരോട് ഉസ്താദ് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് നൗഷാദ് സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ബുഖാരിയിൽ എന്താണ് പറഞ്ഞത് എന്നും ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞത് എന്താണ് എന്നും അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് എന്താണെന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. അതിന്റെ ആദ്യ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാവനൂര് വന്ന് പേരോട് സഖാഫി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ. തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താന് വരാൻ സാധ്യമല്ല. അത് ഖണ്ഡിതമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. എന്റെ രൂപത്തിൽ ശൈത്താൻ വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ അത് ഏതാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നതിനെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നതിനെ സംബന്ധിച്ചാണ് എന്നാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ആ അഭിപ്രായമല്ലാത്ത വേറെ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്, അത് കണ്ടിട്ടില്ല എന്നാലും വിചാരിക്കരുത്. അത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തി അത് സഹീഹായ സനദ് കൊണ്ടുവന്നതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്തിൽ ശൈത്താന് രൂപാന്തരപ്പെടാൻ കഴിയില്ല എന്ന് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിന് വിശദീകരണം കൊടുത്തത് ബുഖാരി ഇമാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കാട്ടുവളപ്പിൽ നൗഷാദ് പറഞ്ഞു കേട്ടോക്കി. പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരില്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ ബുഖാരിയിൽ അള്ളാന്റെ റസൂലിന്റെ നമ്മൾ മനസ്സിലാക്കിയ നേരായ രൂപത്തിൽ വരില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാം ഇബ്നു സീരീൻ പറഞ്ഞതായി ബുഖാരിയിലുണ്ട്. ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കള്ളത്തരം പറയുന്നവർ വരും. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും അയാൾ പറഞ്ഞ കള്ളത്തരമാണത്. എന്ത്? ബുഖാരിയുടെ ഹദീസിൽ പിശാചിന് എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹദീസിനെ ഇയാൾ പറയാണ്. അഥവാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏതാണോ രൂപം ആ രൂപത്തിൽ വരാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇബ്നു സീരീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞത് ബുഖാരിയിലുണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞത് പച്ചക്കള്ളാണെന്നാണ് നൗഷാദ് ഇപ്പൊ പറഞ്ഞത്. ഇത് 3-4 മാസങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂരികൾക്ക് മെശായിഖന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞതാണ്. അതോ ആ ബുഖാരിയിൽ അങ്ങനെ ഇല്ല, പേരോട് ഉസ്താദ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നത്. എന്നാൽ ഇപ്പോ 4 ദിവസം മുമ്പ് കീശേരിയിൽ വെച്ച് മെശായിഖന്മാരിൽ നിന്ന് കിട്ടിയ പുതിയ നിർദ്ദേശമായിട്ട് ബുഖാരിയിൽ ഉണ്ട് എന്ന് നൗഷാദ് മൗലവി പറയുന്നു. 3-4 മാസം മുമ്പ് ബുഖാരിയിൽ ഇല്ലാത്തത് ഇപ്പൊ കീശേരിയിൽ എത്തിയപ്പോൾ ബുഖാരിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കൂ. ഇസ്സുദ്ദീൻ തങ്ങൾ പറയാണ്, ഖാലൽ ഉലമാഉ, ഉലമാക്കൾ പറഞ്ഞു. ഉലമാക്കൾ പറഞ്ഞു എന്ന ഹദീസിന്റെ ശറഹിൽ പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന 2 ഉലമാക്കളുണ്ട്. ഒന്ന് ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, മറ്റൊന്ന് ഇബ്നു സീരീൻ. അവര് പറഞ്ഞു എന്ത്? ഹാദാ മശ്റൂത്തുൻ, ഈ പറയപ്പെട്ടത് നിബന്ധനകൾക്ക് വിധേയമാണ്. എന്താണത്? ബിഅൻ യറാഹു അലാ സിഫത്തിഹി അല്ലതി കാന അലൈഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയപ്പെട്ട ഏതൊരു വിശേഷണങ്ങളായിരുന്നുവോ റസൂലിനുണ്ടായിരുന്നത് അങ്ങനെ തന്നെ കാണണം എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞിട്ട് അത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. ഇബ്നു സീരീൻ തങ്ങളുടെ വാക്ക്, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ വാക്ക്, അതുപോലെയുള്ള ചിലരുടെ വാക്ക് കേട്ടില്ലേ? അപ്പൊ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ബുഖാരിയിൽ തന്നെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് പറയണമെങ്കിൽ നബി തങ്ങൾക്ക് അറിയപ്പെട്ട ഏതൊരു വിശേഷണമാണോ ഉണ്ടായിരുന്നത്
അങ്ങനെ തന്നെ കാണണം. ഇത് ബുഖാരിയിൽ ഉണ്ട് എന്ന് അപ്പ പറഞ്ഞത്. ആരാണ് മൗലവി ഇപ്പോ ദജ്ജാലായത്? നേരത്തെ പേരോട് ഉസ്താദ് അങ്ങനെ ബുഖാരിയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദിനെ സംബന്ധിച്ച് ദജ്ജാലൂന കദ്ദാബൂന എന്നൊക്കെ ഹദീസ് ഓതിയിട്ട് കള്ളനാണെന്ന് പറഞ്ഞ നൗഷാദ് മൗലവി ഇപ്പൊ പറയുന്നു അത് ബുഖാരിയിൽ ഉണ്ട്. എന്താണ് ഇതിനൊക്കെ പറയാ സുഹൃത്തുക്കളെ? വൈരുദ്ധ്യമല്ലാതെ എന്താണ് ഇവർ പറയുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നേരത്തെ മെശായിഖന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ബുഖാരിയിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ 2-3 മാസം കഴിഞ്ഞപ്പം മെശായിഖന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ബുഖാരിയിൽ അങ്ങനെ ഉണ്ട്. ഇതെങ്ങനെ ഹക്കായ മെശായിഖന്മാരിൽ നിന്ന് കിട്ടുമോ ഇത്ര വൈരുദ്ധ്യമായ നിർദ്ദേശങ്ങൾ? അതാ നമ്മൾ എപ്പോഴും പറയുന്നത്, ഇതൊന്നും ഹക്കായ മെശായിഖന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളല്ല. ഏതോ ശൈത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ടി എന്ന് പറഞ്ഞതുപോലെ വിളിച്ചു പറയുകയാണ്. ഇതിലൊന്നും ആരും വഞ്ചിതരാവണ്ട. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.